പത്തൻ. ഇവിടെ നിന്നോ? ഇവിടെ നിന്നോ? ഹൗസ് ഓഫ് പത്തൻ ഞങ്ങൾ സ്വിമ്മിംഗ് പൂള് ഇതാക്കാൻ പോവാണ്. അങ്ങനെ വിഷയത്തിലോ അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് പറഞ്ഞ എങ്ങനെയുണ്ടാ? ഇനി ഇവിടുന്ന് പിന്നെ ഗൈസ് അങ്ങനെ ഇത്ര ഉള്ളോ? ഇത്ര ആഴമുണ്ട് നമ്മുടെ ആ സൈഡിൽ പോയെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത്ര ബോൾ ഉണ്ടാക്കാണ്ട് ഇത്ര ഉള്ളതുണ്ടോ? ഇത് ആക്ച്വലി 4.5 feet. ഞാൻ പറഞ്ഞില്ല 4.5 അടി. ഇതാണ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സാധനമുണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അതുകൊണ്ടോ അതിപ്പോഴവന് മനസ്സിലായത്. അവനവിടെ നിക്കാൻ പറ്റുന്നില്ല. ഋഷിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഋഷിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അടിപൊളിയാ, കൊള്ളാം. അയ്യോ ഇതാര് കളിക്ക്. ഇങ്ങോട്ട് അങ്ങനെ പൊക്കോ. ഇനി അവിടുന്ന് തിരിഞ്ഞു പോ. ഋഷിക്ക് നമ്മുടെ പൂൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമല്ലേ? ഇത് ഇഷ്ടപ്പെട്ടല്ലേ? ഋഷിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്തായാലും ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ചെറിയ പൂളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഋഷി ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, സ്വിം ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളിതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇത് വലുതാവണം. തീരെ വലിയ ചെടികൾ കൊണ്ട് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും അത് വലുതായി വരാൻ. പിന്നെ ഇവിടെ ഒരു റെഡ് പ്ലുമേറിയ ഉണ്ട്. ഇത് ഒരു വൈറ്റ് പ്ലുമേറിയാണ്. അത് കുറച്ച് ഞങ്ങളത് കൊണ്ടുവന്ന സമയത്ത് പ്രൊക്യൂർ ചെയ്ത സമയത്ത് അതിൻ്റെ റൂട്ടിനൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിങ്ങനെ നിൽക്കുന്നത്. അത് ഇനി അത് പിടിച്ച് വരണം. മഴ ആയതുകൊണ്ട് അത് പിടിച്ച് വരും, കുറച്ച് ടൈം എടുക്കും. സോ ദിസ് ഈസ് എ ഏരിയ. പിന്നെ ഇവിടെ നമുക്ക് മോൺസ്റ്ററേയും അങ്ങനെയുള്ള പല പ്ലാന്റ്സ് അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫൗണ്ടൻ. ഇത് നമ്മൾ ബാലിയിൽ നിന്ന് സോഴ്സ് ചെയ്ത ഫൗണ്ടൻ ആണ്. ഇതിങ്ങനെ ആന ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ വെള്ളം ഓണാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ബാമ്പു ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഇവിടെ ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡായിട്ടൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടെ വർക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഷവർ ഏരിയ ആണ്. ഇത് ഷവർ ഏരിയയുടെ അവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂളിൽ നിന്ന് തിരിച്ച് കയറുമ്പോഴത്തേക്കിനും കുളിക്കാനുള്ള ഷവർ. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ എൻട്രൻസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് ദ്വാരപാലക ശില്പം പോലെ 2 സിംഹങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ ബാലി ഗേറ്റ്, അതാണ് മറ്റൊരു ഹൈലൈറ്റ്. സോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പൂളിൽ ഒരു 100% പ്രൈവസി ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമുക്കിവിടെ ഇതിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ ഏരിയ ഒക്കെ നല്ല രീതിയിൽ മറഞ്ഞു. അപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നെ നമുക്ക് CCTV വെച്ചിട്ടുള്ളത് പൂളിലേക്കില്ല, പൂളിൻ്റെ അതുകൊണ്ട് തന്നെ പൂളിൽ ക്യാമറ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഏരിയാസിലാണ് ക്യാമറ ഉള്ളത്. അപ്പോൾ പൂളിലുള്ള ആൾക്കാർക്ക് യു വിൽ ബി ഗെറ്റിംഗ് എ പ്രൈവസി. ലിവിങ് റൂം, പൂളിലേക്കൊക്കെ ഇറങ്ങാം, അങ്ങനത്തെ ഒരു പരിപാടി. TV ഒക്കെ വാങ്ങിച്ചു വയ്ക്കും ഇവിടെ. നീ കുറേ സാധനങ്ങൾ വരാനുണ്ട്, തീരാനുണ്ട്. ഇവിടെ ഭിത്തിയിലുള്ള കുറേ ഐറ്റംസ് ഒക്കെ വരാനുണ്ട്, ഒന്നും വന്നിട്ടില്ല. അവിടെ നേരത്തെ എന്തായിരുന്നു, പ്ലെയിൻ ഭിത്തിയായിരുന്നു. അത് ജിപ്സും ചെയ്തിട്ട് റോയ് ചേട്ടൻ്റെ കരവിരുതാണ്. അതെ, ഏയ് 100 ഐസ്. എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് എൻ്റെ പണി കൃത്യമായിട്ട് തീർത്തു തന്ന റോയ് ചേട്ടനാണ്. ഇന്നത്തെ വീഡിയോ കണ്ട താഴെ കമന്റ് ഉണ്ടായിരുന്നു, റോയ് ചേട്ടന്റെ നമ്പർ കിട്ടുമെന്നൊക്കെ ചോദിച്ചോണ്ട്. കണ്ടായിരുന്നോ? ഇത് നമുക്ക് തന്നെ വെക്കാം. ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചോണ്ട് വന്നാ. ഇത് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഫെറ്റ് ചെയ്ത് ഇത് വേണം, ഇവന് വേണമെങ്കിലും ചെയ്യാം. ചുമ്മാ ഇതിന്റെ മേളിൽ ലോക്ക് ചെയ്ത് വെച്ച് പോയാൽ മതി. മറ്റത് ചെയ്യണമെങ്കിൽ ഒരാളുടെ മാൻ പവർ വേണ്ടേ? അങ്ങനത്തെ സ്കില്ല് വേണ്ട. മാൻ പവർ അല്ല, സ്കില്ല് വേണ്ട. നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് മുറിച്ചിട്ട് ഇടാം. ഇത് അക്കേഷ്യയാണ്. ഇത് പുറത്തും അകത്ത് വിടും, പക്ഷെ പുറത്ത് നമ്മളുടെ വെതറിന് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് വേണേൽ ഇങ്ങനെ മുറിച്ചിടാം, ഇങ്ങനെയും വേണം മുറിച്ച് അവിടെ ആ കഷ്ണം ആ ഭാഗത്തും വേണേൽ ഇടാം. പക്ഷെ അത് ലോക്ക് ചെയ്യാൻ പറ്റില്ല അന്നേരം. അതിന്റെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്രൊഫൈൽ കിട്ടും, ഇങ്ങനെ സ്ലോപ്പ് ഉള്ളത്. അത് എടുത്തു വെച്ചു അല്ലേ ശ്വേത? അത് ഞാൻ വാങ്ങിച്ചത് തികയാത്തോണ്ട് മാറ്റി വെച്ചതാ. മിഥുനോടെ പോയി? അത് ശരിയാ, മിഥുൻ ആണല്ലോ ഇവിടത്തെ മെയിൻ ആള്. മിഥുനും ഇയാളാണ് ഇവിടത്തെ മെയിൻ ആൾക്കാരായിരുന്നു. നമുക്ക് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാം. വാ നിൽക്കും, വാ എല്ലാരും വാ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ആ രീതിയില്. അപ്പൊ അത് ഇവിടെ നിന്ന് അവിടെ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ചെയ്യണം അല്ലേ? അതാണെങ്കിൽ മറ്റേ സെൻസർ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്തായാലും കറക്റ്റ് ത്രോ അത് റെഡിയായി. എനിക്ക് ആ ഒരു വാട്ടറിന് അത്രയും പ്രഷർ ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആ പൂളിന്റെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം അതിൽ നിന്ന് ചാടുമ്പോഴേ, പക്ഷെ അത് നല്ല രീതിയിൽ ചാടുന്നുണ്ട്. അല്ല, ആ വെള്ളം ചാടുന്നതുകൊണ്ട് ആ ആനയുടെ ഫൗണ്ടിന്റെ ശബ്ദം കേൾക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ 1-2 വലിയ മരങ്ങളും കൂടെ വേണം, നല്ല തണല് വരുള്ളൂ. നമ്മൾ മറ്റേ സാധനം ചെയ്താണ്ടോ? നിങ്ങൾ 40,000 പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 30,000-ന് 3 സാധനം കൂടെ ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് ലാഭിക്കാനല്ലേ നോക്കുന്നത്. ബാക്കി കുറെ സാധനങ്ങളുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അത് മൊത്തം റെഡിയാക്കി. ജിയയുടെ സമ്മതി മേളത്തെ അതും എല്ലാം കൂടെ ചെയ്തു. കാണുന്നില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവരും. ശരി, സന്തോഷം, താങ്ക് യു. എവിടെ വീട് എല്ലാവരുടെയും? ചെറായി ആണോ നിങ്ങളെല്ലാവരും? ശരി, ഓക്കെ, ശരി, താങ്ക് യു. ശരി. എന്താണ് പരിപാടി? ചായ എന്നോട് ഒന്ന് പറയണേ. അപ്പ നമുക്ക് സ്പെഷ്യൽ ബാലി സ്റ്റൈൽ ചായ ഉണ്ടാക്കാം. അമ്മ ബാലി സ്റ്റൈൽ ചായ ഉണ്ടാക്കാൻ പോവാണെന്ന്. ആണോ? ഞങ്ങളുടെ കിച്ചന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഫുൾ പരിപാടികളൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലാവുന്നതേ ഉള്ളൂ. എടുക്ക്.
ചാടി എടുക്കുക. അപ്പോ ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബേസിക് കുക്കിംഗ് അമ്യൂണിറ്റീസും പരിപാടികളൊക്കെ ഉണ്ടാവും. എന്തോ വെള്ളം പിന്നെ എടുത്തുതരാമേ. പിന്നെ ചായ വയ്ക്കാനും ഭക്ഷണം ചൂടാക്കാനും ഒക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇനി ഫ്രിഡ്ജും ഓവനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കാനുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുടിവെള്ളത്തിനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഫുൾ ഒന്ന് ഓർഗനൈസ്ഡ് ആവണം. ഇനി ഒരു 2-3 ആഴ്ചയുടെ വർക്ക് ഇവിടെ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവരെയൊക്കെ വിളിച്ച് ഒരു ട്രീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വൈകിട്ട് വേറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അവരെ വിളിച്ച് വൈകിട്ട് ഒരു ട്രീറ്റ് ഉണ്ട്. നമുക്കിവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കാനായിട്ട് സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്തായിട്ടാണ് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളെല്ലാവരെയും ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ട്രീറ്റ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവിടെ പട്ടിയുണ്ട് ഗൈസ് പറയില്ലേ അല്ലേ? ഓ, പട്ടീനെ കാണിക്കാൻ പറ്റത്തില്ല. പട്ടിയുണ്ട് കേട്ടോ അവിടെ. ഇനി ഇവിടെയൊക്കെ നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ ചെടികളൊക്കെ നടണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ബാക്കിലത്തെ ഗ്രില്ലിലൊക്കെ പാഷൻ ഫ്രൂട്ട് ചെടികൾ നടണം. എന്താണ് പൂളിൽ ഇറങ്ങണോ? ഇറങ്ങിയോ? ചായ കുടിച്ചിട്ട് ഇറങ്ങിയാ പോരെ? നമ്മള് പൂളിൽ ഇറങ്ങാൻ വേണ്ടി റെഡിയാണ്. ഇവിടെ പൂളിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഗറിയാണ് നമ്മുടെ ഇവിടത്തെ എല്ലാ സംഭവങ്ങളും ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് ഇന്തോനേഷ്യൻ അല്ലേ? ഇത് ഇന്തോനേഷ്യൻ ആണോ? ഇത് ഇന്തോനേഷ്യൻ ആണോ? മൊത്തം ബാലിയാ. അപ്പൊ ഈ ഏരിയ മൊത്തം ബാലി ഗേറ്റ്, ആന പ്രതിമ, പിന്നെ നമ്മുടെ ഇത്. അപ്പൊ ഈ ഭാഗത്തുള്ള സ്കൾപ്ചേഴ്സും പരിപാടിയും എല്ലാം ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ്. ഈ ക്രിസ് ആണ് ഇവനാണ് ക്രിസ്. ഇവന്റെ പേരിലാണ് നിങ്ങളുടെ സ്ഥാപനം. ഇത് ക്രിസ്റ്റോ. ഇത് കുട്ടി ക്രിസ്റ്റോ. ഇറങ്ങല്ലേ? ചെല്ല, അകത്ത് പോയി മാറിക്കോ. Go! ഇവിടെ വൈകിട്ട് ഷൂട്ടിംഗ് ടൈമാണ്. നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ലൈറ്റപ്പൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി. ഇതിലൂടെ ക്യാമറമാനും സംവിധായകനും പിന്നെ സഹസംവിധായകനും പ്രൊഡ്യൂസറും എല്ലാം നമ്മളെല്ലാവരും തന്നെയാണ്. എല്ലാവരും ഉണ്ട്. ഗംഭീര പരിപാടികളാണ്. ഗംഭീര പരിപാടി. ഹലോ, ഞാൻ പറഞ്ഞല്ലേ നേരത്തെ വരാൻ. 5 മണിയായപ്പം ഞാൻ വിളിച്ചല്ലേ 5 മണിയായപ്പോഴത്തേക്കിനും വരാൻ പറഞ്ഞതല്ലേ. നമ്മൾ കുറെ നേരം എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാമ്മ. ആരാ വഴക്കുണ്ടാക്കിയത്? ആ ചിരിച്ച മോന്ത കാണിക്കില്ലവരും. ഈ ഓഞ്ഞ മോന്ത ദിസ് വൺ. താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞത് ഉണ്ടാക്കിയത്. താങ്കളല്ലേ പറഞ്ഞു. അത് ഞാൻ നല്ലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ അകത്ത് കയറുമെന്ന്. കയറിയോ? സ്ട്രോങ് ആണ്. അടിപൊളി. സാറിന് പലയിടത്തും റാമ്പ് ഉണ്ടാക്കിയാല് കയറാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരും പറയാറുണ്ട്. കയറിയില്ലേ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്, കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പുള്ളിയാണ് CCTV പരിപാടികൾ. കഴിഞ്ഞ ദിവസം ബീഫ് കൊണ്ട് തന്നില്ലേ ബിരിയാണിയൊക്കെ? പുള്ളിയാണത്. CCTV പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ്.
താങ്ക് യു പറ. സുഖല്ലേ? ആ ഞങ്ങളിങ്ങനെ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാ, ഇത് മാർട്ടിൻ മാട്രസ് ഗൈ ആണ്. മാർട്ടിന്റെ മാട്രസ് ആണ് ഇവിടെയും എന്റെ ഫ്ലാറ്റിലും എല്ലായിടത്തും ഇരിക്കുന്നത് സിൻസ് 1971. ഇറ്റപ്പിറ്റ് അല്ലേ? ഇറ്റപ്പിറ്റ് ഇരുന്നോ. ഈ മുട്ട എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്നേ? വല്ലതും തേക്കാറുണ്ടോ? ഞങ്ങളൊരു ചെറിയ പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഇപ്പൊ ഇനി ഇവിടെ ചെയ്യാനുള്ള പരിപാടി ഒന്ന് അറേഞ്ച് ചെയ്ത് വരണം. ഇപ്പൊ പുതിയത് ഇവിടെ 2 എണ്ണം ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നം. ഇവർക്ക് ഹാവൽസ് പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ബ്രാൻഡഡ് കുറെ ബ്രാൻഡഡ് ഷോറൂമുകൾ അല്ലേ? ഞാൻ എവിടെയും പോയിട്ടില്ല. 2-3 മാസമായിട്ട് ഇവിടെ തന്നെ. മാർച്ച് മുതൽ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഇഷ്ടം പോലെ. ഞാൻ അവസാനം പാൻറ് ഇട്ട് തുടങ്ങി. നിക്കറിട്ട് മാറ്റി പാൻറ് ഇട്ട് തുടങ്ങി. കൂതടി കൊള്ളായിരിക്കാൻ ആൾക്കാർ കഴിച്ചു തുടങ്ങി. വരൂ, കമോൺ. അതെ, ഭക്ഷണം കഴിക്കാൻ വരൂ. പൂൾ എനിക്ക് തോന്നുന്നു ഇവര് വഴി കണക്ട് ആയത്. നിങ്ങളല്ലേ സിട്രിൻ ആൾക്കാരെ കണക്ട് ചെയ്തത്? അതെ അതെ. കുറെ പേർ റൊട്ടേഷൻ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ ഇവരായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അവരായിട്ട് അങ്ങനെ ചെയ്തു. വെൽക്കം. ലേറ്റ് ആയല്ലോ. എവിടെ പോയി? ഇല്ല, സൺഡേ അല്ലേ. ടാക്സിയിലാണല്ലേ വന്നേ? അതെ അതെ അതെ, ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇതിപ്പോ എനിക്ക് കുറച്ച് പെബിൾസും കൂടെ തീർന്നതുകൊണ്ടാവും. ഞാൻ എക്സാമ്പിൾ അന്ന് വാങ്ങിച്ച സാധനമാണ്. അത് ഇച്ചിരി വലുത്, വേറെ ടൈപ്പാണ്. അതിന് വേണം മിക്സ് ചെയ്താൽ കിട്ടാൻ മതി. അതും കൂടെ കുറച്ച് പെബിൾസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ കേട്ടി കഴിഞ്ഞാൽ ഇറങ്ങാണോ? അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നടക്കട്ടെ, കാണാം. അപ്പൊ ശരി, താങ്ക് യു, കാണാം. സുഖല്ലേ? ഒറ്റയ്ക്കാണോ വന്നേ? നിങ്ങൾ തമ്മിൽ അറിയോ? അത് ശരി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ പരിചയക്കാരൊക്കെ ഉണ്ടാവും. അത് മിററിലെ ബ്രാൻഡ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ബ്രാൻഡ് നെയിം വായിച്ചില്ല. പുള്ളി പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്തിരിക്കുക. ഫർണിച്ചർ ചെയ്ത് ആരാണെന്ന് എല്ലാം ചോദിച്ചവരൊക്കെ പലരും പോയി. അല്ല, ഇത് ഷബീർക്ക് വന്നില്ല. ഷമീറും ഡിക്സണും നിങ്ങളുടെ ഡിസൈൻ മനോഹരമാക്കി തന്ന ആളുകൾ. പക്ഷെ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വർക്കാണ്, ഗംഭീരമായിട്ടുണ്ട്. 2-3 സൈഡ് ടേബിൾ മിസ്സിംഗ് ആണ്, അതും കൂടെ പറഞ്ഞു. ഇതാണ് ഏറ്റവും ഭയങ്കര ലുക്കാക്കിയത്. ഇവരാണ് ഫർണിച്ചറിന്റെ ആൾക്കാർ. നിങ്ങൾ ചോദിച്ചില്ലേ? ഇവരും ഫർണിച്ചർ ചെയ്യുന്നവരാണ്. അറിയാവോ? കട്ടില് 3 പൊളിച്ചു. അടിപൊളിയാണ്. ഒന്നും മോശമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഡോർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഈ സാധനമൊക്കെ അത് സെയിം ആണ്. തേക്കായിരുന്നു, ഇതെല്ലാം തേക്കായിരുന്നു. ഇതൊക്കെ ഈവൻ ആ മിറർ വിത്ത് ഫ്രെയിമും തേക്കായിരുന്നു. ആ മിറർ, പഴയ മിറർ വിത്ത് ഫ്രെയിം. ഇത് നമ്മളുടെ 3ാമത്തെ പ്രോജക്റ്റാണ് ആക്ച്വലി സുജിത് ഭായിയുടെ കൂടെ. ഫസ്റ്റത്തെ പ്രോജക്റ്റ് നമുക്ക് അവരുടെ കോഴഞ്ചേരിയിലത്തെ വീട്ടിലൊരു സ്റ്റുഡിയോ റൂമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് അവർ കോഴഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് സെറ്റിലാവണം എന്ന് വിചാരിച്ചപ്പോൾ പാലാരിവട്ടത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 3rd പ്രോജക്റ്റാണ് ആക്ച്വലി. താങ്ക് യു. ഇവനെ കൊണ്ടുവന്നില്ലേ? ചിരിച്ചിട്ട്